തൻ്റെ ജീവൻ്റെ ജീവനായി വളർത്തിയ മിന്നുട്ടി എന്ന ആട്ടിൻകുട്ടിയുടെ മക്കളെ തൃത്തല്ലൂർ UP സ്കൂളിലെ ഗോട്ട് ക്ലബിലെ കൂട്ടുകാർക്ക് കൈമാറുന്ന ചടങ്ങ് വികാര നിർഭരമായി. 15 തലമുറ കടന്ന മണിക്കുട്ടിയുടെ മകൾ മിന്നുട്ടിയുടെ മക്കളെ മുൻ MP TN പ്രതാപൻ ശ്രീലക്ഷ്മിക്കും നസ്ര നിയാസിനും കൈമാറി. 17 വർഷത്തെ ചരിത്രമുണ്ട് തൃത്തല്ലൂർ UP സ്കൂളിൻ്റെ ജീവൻ്റെ ജീവൻ പദ്ധതിക്ക്. പച്ചക്കറി വിറ്റ് കിട്ടിയ പണവും പോക്കറ്റ് മണിയും ഉപയോഗിച്ചാണ് 2008 കുട്ടികൾ മിനി ടീച്ചറുടെ നേതൃത്വത്തിൽ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയെ സ്കൂളിലേക്ക് വാങ്ങിയത്. മണിക്കുട്ടി വളർന്നതും സ്കൂളിൽ തന്നെ. മണിക്കുട്ടിയെ പിന്നീട് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത കുട്ടിക്ക് വളർത്താൻ നൽകി. ആദ്യ പ്രസവത്തിലെ മക്കളെ സ്കൂൾ ഗോട്ട് ക്ലബിലേക്ക് നൽകണം, അതാണ് വ്യവസ്ഥ. മണിക്കുട്ടിയുടെ 15ാം തലമുറയിലുള്ള മിന്നുട്ടിയുടെ മക്കളെയാണ് ഔഷധക്കാട്ടിലെ ഹരിത ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ സമ്മാനിച്ചത്. നാട്ടിക MLA ആയിരുന്ന TN പ്രതാപൻ്റെ ആശയങ്ങൾക്ക് KS ദീപൻ മാസ്റ്ററും സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ PD സുരേഷും ചേർന്നാണ് ജീവൻ്റെ ജീവൻ പദ്ധതി തയ്യാറാക്കിയത്. പിന്നീട് സംസ്ഥാന സർക്കാർ ഇത് മോഡൽ പ്രൊജക്റ്റായി അംഗീകരിച്ചു. കേരളം മുഴുവൻ വ്യാപിപ്പിച്ചു. സ്കൂൾ ഔഷധക്കാട്ടിലെ ഹരിത ക്ലാസ് മുറിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് A ജാഫർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KS ദീപൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ PD സുരേഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പ്രധാന അധ്യാപിക KG റാണി, സ്കൂൾ ഗോട്ട് ക്ലബിൻ്റെ ചുമതല വഹിക്കുന്ന V ഉഷാകുമാരി, കൃഷ്ണൻ കാരമുക്ക്, PTA വൈസ് പ്രസിഡന്റ് സനിത സുരേഷ്, PP ജ്യോതി, KS ഷീന, NS നിഷ, അജിത് പ്രേം എന്നിവർ സംസാരിച്ചു. ജീവന്റെ ജീവൻ എന്ന് പറഞ്ഞ് ഒരാശയം 16 കൊല്ലം മുമ്പ് നമ്മുടെ ഇവിടെ തുടങ്ങി. ഇത് 17ാമത്തെ കൊല്ലം. ഇപ്പം കൃഷ്ണേട്ടൻ 2 ആട്ടുംകുട്ടികളെ നമ്മൾ സ്കൂളിൽ നൽകിയ കാര്യം ഇവിടെ നേരത്തെ ദീപമാഷ് പറഞ്ഞു. ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് കൊടുത്തു. ആ കൊടുത്തിട്ടും ഇന്നും നിലനിൽക്കുന്ന ഒരു സ്ഥലം തൃത്തല്ലൂർ UP സ്കൂളാണെന്ന കാര്യം അഭിമാനത്തോടു കൂടി പറയാം. ഇതിന് ദീപം മാഷ്, ജാഫർ മാഷ്, ഇവിടുത്തെ അധ്യാപകർ, ഓരോരുത്തർ റിട്ടയർ ചെയ്തു പോയ അധ്യാപകരടക്കം ഇവിടെ അധ്യാപകർ അതിന് കാണിച്ച പ്രത്യേകമായ സ്നേഹം ഒരിക്കൽ കൂടി അധ്യാപകരോട് തിരിച്ച് സ്നേഹമായി പങ്കുവയ്ക്കണം. നമുക്ക് അടുത്ത കൊല്ലം ഇത് 75 എണ്ണം ആക്കും. ദീപം മാഷ് കയ്യിലാണ്, ജാഫർ മാഷും കയ്യിലാണ്. ഇപ്പം 60ആയി ടീച്ചറെ. അടുത്ത കൊല്ലം 15 ആണ്ടിന് ദീപം മാഷും ജാഫർ മാഷും കൂടി നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ സമീപിച്ച് സ്പോൺസർ ചെയ്യും. ഓരോരുത്തർക്കും പിടിക്കുന്ന രക്ഷിതാക്കൾക്കോ ടീച്ചർമാർക്ക് വേണമെങ്കിൽ ഓരോന്നിനും സ്പോൺസർ ചെയ്യേണ്ട. ഉഷ ടീച്ചർ പോകുമ്പോഴേക്കും ദീപം മാഷ് അത് 100 ആക്കും. ഉഷ ടീച്ചറെ യാത്രയപ്പിൽ 101ാമത്തെ ആടിനെ കൊടുത്തുകൊണ്ടായിരിക്കണം നമുക്ക് യാത്രയപ്പ് നൽകേണ്ടത്.